ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മാങ്ങ പെരട്ടച്ചാറാണ് കേട്ടോ. സാധാരണ നമ്മുടെ മാങ്ങാച്ചാറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രുചിയിലാണ് നമ്മുടെ ഈ മാങ്ങ പെരട്ടച്ചാർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. ഞാനിപ്പോൾ 1.5 കിലോ അളവിലാണ് കേട്ടോ പച്ചമാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതുപോലെ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 1 കിലോ അളവിലാണ് ഇപ്പോൾ നമ്മുടെ ഈ മാങ്ങ ഉള്ളത്. അപ്പോൾ ഈ 1 കിലോ അളവിനുള്ള ബാക്കി ചേരുവകളൊക്കെയാണ് കേട്ടോ ഈ പറഞ്ഞു പോകുന്നത്. അപ്പോൾ തീരെ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കരുത്. അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മാങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ. നല്ല പുളി മാങ്ങയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. സാധാരണ ഒരു ചെറിയൊരു പുളി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ മാങ്ങ ഞാനിപ്പോൾ ഒരു 2 മണിക്കൂർ ഒന്ന് വെയിലത്ത് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ആ വെയിൽ കൊള്ളിച്ച് കഴിയുമ്പോഴത്തേക്കും മാങ്ങയുടെ ആ പുറം ഭാഗത്തുള്ള ആ ഒരു നനവൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അംശമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ. ഇപ്പോഴത്തെ ആ ഒരു വെയിലിന് 2 മണിക്കൂർ ധാരാളമാണ്. ഇച്ചിരി വെയിൽ കുറഞ്ഞിട്ടുള്ള സമയമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ മാത്രമേ വെയിലത്ത് വെച്ചിട്ടുള്ളൂ. മാങ്ങ വെയിലത്ത് വെച്ചിരുന്ന അതേ സമയം തന്നെ കുറച്ച് കല്ലുപ്പും കൂടി വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി നമുക്ക് ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിനെല്ലാം സാധാരണ ഉപ്പാണെന്നുണ്ടെങ്കിൽ സാധാരണ ഉപ്പ് നമുക്ക് എടുക്കാവുന്നതാണ്. അതും ഒന്ന് നന്നായിട്ട് ഒന്ന് വെയിൽ കൊള്ളിക്കണം. ഒരു 2 മണിക്കൂറോളം വെയിൽ കൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അതായത് എള്ളെണ്ണ. ഈ എള്ളെണ്ണയിൽ മാത്രമേ നമ്മൾ അച്ചാർ തയ്യാറാക്കാൻ പാടുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും ഉപയോഗിക്കരുത്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ വറ്റൽമുളക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 20 ഗ്രാം അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോ മാങ്ങയ്ക്ക് 20 ഗ്രാം അളവിലാണ് വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. അത് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടിയാണ്. ഒരു 7-8 വറ്റൽമുളക് നമുക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് കളർ കൊടുക്കും നമ്മൾ ഈ കാശ്മീരി ചില്ലി ചേർക്കുമ്പോഴത്തേക്കും. ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാശ്മീരി ചില്ലി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മുടെ ആ മുളക് മാത്രം മതിയാവും. അപ്പോൾ ഇച്ചിരി കളർ കുറവായിട്ടിരിക്കും, അത്രയും മാത്രമേ ഉള്ളൂ. വേറെ ഒരു ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മുളക് ഇത്രയും ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. മുളകിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വരണം, കരിഞ്ഞു പോകരുത്. എന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് വറുത്തെടുക്കരുതേ. നമ്മുടെ ഈ അച്ചാർ തയ്യാറാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ഇതുപോലെ വറുത്തെടുത്തതും അതുപോലെ തന്നെ വെളുത്തിച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് നാൾ ഇത് കേടാകാതെ ഇരിക്കുകയും ചെയ്യും. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുമാണ് കേട്ടോ നമ്മുടെ ഈ അച്ചാർ നമുക്ക് കിട്ടുന്നത്. കുറഞ്ഞ ഫ്ലെയിമിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ വറ്റൽമുളകെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. വീണ്ടും അതേ കടായിലേക്ക് തന്നെ പിന്നെ ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉലുവയും കൂടിയാണ്. ആ ഉലുവ ചേർക്കാം. കൂടെ അതേ അളവിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ കടുകും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. 1 ടീസ്പൂൺ അളവിൽ മാത്രം പെരിഞ്ജീരകം കൂടി ചേർക്കാം, മുഴുവൻ പെരിഞ്ജീരകം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങണം. അതുപോലെ തന്നെ ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങണം. ആ ഒരു സമയം വരെ ഒന്ന് വറുത്തെടുക്കാം. സാധാരണ നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പെരിഞ്ജീരകം ചേർക്കാറില്ല. പക്ഷേ ഇതുപോലെ ഒരല്പം പെരിഞ്ജീരകം ഈ മാങ്ങാ പെരട്ടച്ചാറിന് അത്യാവശ്യമാണ് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഈ ഉലുവയും കടുകൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ കടുക് പൊട്ടിത്തുടങ്ങുന്ന ആ ഒരു സമയം വരെയാണ്. ഒരല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ കടുകെല്ലാം ഇതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. 1 പിടി അളവിൽ ഞാനിപ്പോൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ലൈറ്റായിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം. കറിവേപ്പില ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. കാരണം നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറി കിട്ടാനാണ് നമ്മളിതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ വറുത്ത് മാറ്റി വെച്ചതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വറ്റൽമുളകെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിനോടൊപ്പം തന്നെ വറുത്തെടുത്ത ഉലുവയും അതുപോലെ തന്നെ കടുകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
കൂടെ ഇതിനോടൊപ്പം നമുക്ക് ചേർക്കേണ്ടത് കല്ലുപ്പും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 25 ഗ്രാം അളവിലാണ് കേട്ടോ കല്ലുപ്പ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ എത്രത്തോളം നമുക്ക് വേണമോ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കല്ലുപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. തീരെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കരുത്, ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഫൈൻ പൗഡർ ആകരുത്, ഇതുപോലെ ഒന്ന് തരിതരിപ്പോട് കൂടിയിട്ട് വേണം കേട്ടോ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മാങ്ങ കഷ്ണങ്ങളെല്ലാം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ട ഒരു ബോളിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം പിന്നീട് നമുക്കിതിലേക്ക് വേണ്ടത് എള്ളെണ്ണയാണ്. 1/2 കപ്പ് അളവിലാണ് കേട്ടോ എള്ളെണ്ണ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടാക്കി വേണം എണ്ണ ഇതിലേക്ക് ചേർക്കാനായിട്ട്. എണ്ണയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വിനീഗർ ഒന്നും ചേർക്കുന്നില്ല. വിനാഗിരി വേണമെന്നുള്ളവർക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ വിനാഗിരി ചേർക്കാതെയാണ് കേട്ടോ നമ്മുടെ ഈ അച്ചാർ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേ അതിനനുസരിച്ചിട്ട് കൂടുതൽ എണ്ണ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ വിനാഗിരി ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് കുറച്ച് മതിയാവും. നമ്മുടെ ഈ മസാലക്കൂട്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിൻ്റെ ആ ഒരു പാകത്തിനുള്ള കറക്റ്റ് ടേസ്റ്റേ നമുക്ക് കിട്ടില്ല. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചേർത്തേക്കണം കേട്ടോ കായപ്പൊടി. കായപ്പൊടിയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മസാലയുടെയും മാങ്ങയുടെയും ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം മാങ്ങയിലേക്ക് മസാലകളൊന്നും പിടിച്ച് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഈ ഒരു ബോളിലേക്ക് തന്നെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏത് ഭരണിയിലേക്കാണോ ഇത് അച്ചാർ സൂക്ഷിക്കാൻ വെക്കുന്നത് ആ ഒരു ഭരണിയിലേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റാവുന്നതാണ്. എന്നിട്ടൊരു 3 ദിവസം വരെ നമ്മളിത് എടുക്കാനേ പാടില്ല. 3 ദിവസം വരെ നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഒരു ദിവസം 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാങ്ങ പെരട്ട അച്ചാർ റെഡി ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നമുക്ക് എണ്ണ കുറച്ച് മതി ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് വിനാഗിരി ചേർക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ തന്നെയാണ് നമ്മൾ കൂടുതലും ചേർക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഏത് ഭരണിയിലാണോ നമ്മുടെ ഈ മാങ്ങാച്ചാർ സൂക്ഷിച്ച് വെക്കുന്നത് അതിന് ആ മുകളറ്റം വരെ നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ മുകളിൽ എപ്പോഴും എണ്ണ നിൽക്കണം. എങ്കിൽ മാത്രമേ അച്ചാർ പൂക്കാതിരിക്കുകയുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാകാറുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഈ മാങ്ങ പെരട്ട അച്ചാർ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ അച്ചാറിനുള്ളത്. പിന്നെ നമ്മുടെ ഈ അച്ചാറിൻ്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നല്ല പുളിയുള്ള മാങ്ങയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നതെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് ചെറിയൊരു പീസുള്ള ഒരു ശർക്കരയും കൂടി ചേർക്കാവുന്നതാണ്. എങ്കിൽ ആ ഒരു പുളി നമുക്ക് ബാലൻസ് ചെയ്ത് കിട്ടും കേട്ടോ. അതല്ല പുളി കുറഞ്ഞിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരയുടെ ആവശ്യമേ വരുന്നില്ല. ഉറപ്പായിട്ടും ഇതുപോലൊരു അച്ചാർ നിങ്ങളെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.